അയോധ്യ പിന്നാലെ ശബരിമല വിശ്വാസത്തിന് നടുവിലായിരുന്നു നമ്മൾ. ഇനി വിശ്വാസം വിറ്റവർക്ക് പിന്നാലെ. ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് നടക്കും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് യോഗം നടക്കുക. ശബരിമലയിൽ അധിക സൗകര്യം ഏർപ്പെടുത്തുന്നതാണ് പ്രധാന അജണ്ട. കെ ജയകുമാർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ യോഗമാണ് ഇന്ന് നടക്കുന്നത്. അതേസമയം കേസിൽ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വിലങ്ങ് വച്ചതിൽ അന്വേഷണം നടക്കും. റിപ്പോർട്ട് തേടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ഒപ്പം ചേർന്നു. പ്രജിത്ത്, 2 ചോദ്യങ്ങളാണ് വേണ്ടത്. അതിലാദ്യത്തേത്, കെ ജയകുമാർ വലിയ വിവാദങ്ങൾക്ക് നടുവിൽ ദേവസ്വം പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. ചെന്നു കയറുന്ന ദിവസങ്ങളിൽ ഏറെ പ്രതിരോധത്തിലാകുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ട് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തുന്നു. അതിനുശേഷം ഇന്നത്തെ സമ്പൂർണ്ണ യോഗം നടക്കുന്നു. നോക്കൂ, എന്താണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് എന്ന കാര്യമാണ് പ്രധാന അജണ്ടയായി പറയുന്നതെങ്കിലും ഈ വിവാദം എങ്ങനെ ഉണ്ടാക്കപ്പെട്ടു? സൗകര്യങ്ങൾ ഒരുക്കാതെ ഒരു മണ്ഡലകാലത്തിന് തൊട്ട് മുൻപ് നിലവിലുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റ് ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെയാവില്ലേ പ്രധാന ചർച്ചാ വിഷയം? അതായത് ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കാനും മറുപടി തേടാനുമാകില്ലേ കെ ജയകുമാർ ശ്രമിക്കുക? സ്വാഭാവികമായും അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തായാലും ചർച്ചയാകും. പ്രത്യേകിച്ച് പഴയ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന പി ഡി സന്തോഷ് കുമാർ മാത്രമാണ് നിലവിൽ ദേവസ്വം ബോർഡിൽ ഉള്ളത്. അതിനൊപ്പം തന്നെയാണ് പുതിയ 2 അംഗങ്ങളും, കെ ജയകുമാറും കെ രാജുവും പുതിയ അംഗങ്ങളാണ്. അവർ ചുമതല ഏറ്റെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ശബരിമലയിൽ അനിയന്ത്രിതമായ തിരക്കുണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഭക്തർക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ വലിയ വലിയ വീഴ്ചകൾ ചർച്ചയാകുന്നു. അതിനൊപ്പം തന്നെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒരു വശത്തുണ്ട്. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ IAS ചുമതല ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ദേവസ്വം ഭരണസമിതികൾ തങ്ങളുടെ കാലാവധി സമയത്ത് ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ, ശബരിമല അടക്കമുള്ള ഇത്ര വലിയൊരു തീർത്ഥാടനം വരുന്നു, അവിടെ ലക്ഷക്കണക്കിന് ഭക്തരെത്തുമെന്നുള്ള കാര്യം ദേവസ്വം ബോർഡിന് മുന്നേ അറിയാം. കൃത്യമായ അവലോകന യോഗങ്ങൾ ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയമാണെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തി സർക്കാരും ആ തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിലൊക്കെ കമ്മീഷനെ ബോധ്യപ്പെടുത്തി കൃത്യമായി ഈ തീർത്ഥാടനത്തിൻ്റെ മുന്നൊരുക്കങ്ങളിലൊക്കെ പങ്കാളികളാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു നടപടിക്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അവസാനം കോടതികളുടെ നിർദ്ദേശവും ഇടപെടലും വരെ വേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ വരുന്നതും അവിടെ നിരവധി ചോദ്യങ്ങളുണ്ട്. PS പ്രശാന്തും കൂട്ടരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൃത്യമായി ശബരിമലയിലെ തീർത്ഥാടനം പാളാൻ വേണ്ടിയുള്ള ഒരു അലസത കാണിച്ചോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ആദ്യ സമ്പൂർണ്ണ ദേവസ്വം ബോർഡ് യോഗം. ഇതിൽ കെ ജയകുമാർ IAS പ്രസിഡന്റ്, ഒപ്പം തന്നെ കെ രാജു പുതിയ അംഗം, ഒപ്പം പി ഡി സന്തോഷ് കുമാർ, ഈ അംഗങ്ങൾ 3 പേരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി കാര്യക്രമങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത്, കെ ജയകുമാർ IAS ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു ഉത്തരവിറക്കിയിരുന്നു. ഇനി ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ വരുന്ന എല്ലാ അജണ്ടകളും മുൻകൂട്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രം, അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കുന്ന വിഷയങ്ങൾ മാത്രം ഇനി ചർച്ചയാകാൻ ഈ പറയുന്ന രീതിയിൽ ദേവസ്വം ബോർഡ് യോഗത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതോടൊപ്പം തന്നെ ഈ യോഗത്തിന് മുന്നോടിയായി തന്നെ ഈ യോഗങ്ങളിൽ ഉൾപ്പെടുത്തുന്ന അജണ്ടകൾ, അതിൻ്റെ വിഷയങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങൾ അടങ്ങിയ കുറിപ്പുകൾ 3 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും കൈമാറണം എന്നുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം കെ ജയകുമാർ IASന്റെ ഉരുക്കുമുഷ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ യോഗവും ആദ്യ സമ്പൂർണ്ണ യോഗവും ചേരുന്നത് എന്നുള്ളതാണ്. പ്രസിഡന്റ് അറിയാത്ത ഒരു അജണ്ടയും ഈ യോഗത്തിനും എത്തില്ല. അത്തരം കർശന നിർദ്ദേശവുമായിട്ടാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതൊരു സവിശേഷതയാണ്. പ്രധാനപ്പെട്ട അജണ്ട ശബരിമലയിൽ സൗകര്യങ്ങൾ ഒരുക്കാത്തതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാകും. ഈ നമ്മൾ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വിലങ്ങണിയിച്ചു എന്നതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടി.
കൃഷ്ണരാജ്, DGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കമ്മീഷണർ ഇത്തരമൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വാസുവിനെ വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. അത് കുറച്ച് കടന്ന നടപടിയായി പോയി എന്നുള്ളൊരു വിലയിരുത്തലും അങ്ങനെ ഒരു നിലപാടുമുണ്ട്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ട് വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഇത്തരത്തിൽ വിലങ്ങണിയിച്ചു എന്നുള്ള വിശദീകരണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തേടുന്നത്. അന്വേഷണ സംഘത്തിൽ നിന്ന് ആ വിവരങ്ങൾ തേടിയ ശേഷം DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കൃഷ്ണരാജ്, വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ഏതായാലും ഇന്ന് സമ്പൂർണ്ണ യോഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സമ്പൂർണ്ണ യോഗം ചേരുകയാണ്. ജയകുമാർ ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ സമ്പൂർണ്ണ യോഗം. അജണ്ട പറയുന്നത് മറ്റൊന്നാണെങ്കിൽ പോലും തീർച്ചയായും വിവാദങ്ങൾ ഉണ്ടായതെങ്ങനെ, മുൻ ദേവസ്വം പ്രസിഡന്റ് പടിയിറങ്ങിപ്പോയപ്പോൾ തന്നിട്ട് പോയ ഉത്തരവാദിത്വങ്ങൾ, അതായത് നടുക്കടലിലാക്കി ഇറങ്ങിപ്പോയത് എന്തിന്, അതൊക്കെ ഇന്ന് ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.